ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നെത്തോലി പീര വറ്റിച്ചതാണ്. അതിനായി കുറച്ച് നെത്തോലി കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രധാന ചേരുവ ഒരരപ്പാണ്. അരപ്പിലേക്ക് ആവശ്യമായി അരക്കപ്പ് തേങ്ങ, 10 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5-6 വെളുത്തുള്ളി, ഒരു കൈപ്പിടി നിറയെ ചെറിയുള്ളി, ഒരു നുള്ളു വലിയ ജീരകം. ഇവയെല്ലാം മിക്സിയിൽ ഒന്ന് ചതച്ചെടുക്കുക. ഈ തേങ്ങ അരിഞ്ഞു പോകരുത്, ഒന്ന് ചതയ്ക്കാനേ പാടുള്ളൂ. 2 അല്ലി കുടംപുളി നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഇതിനായി ഒരു മൺചട്ടി എടുത്ത് അതിലേക്ക് അരപ്പ് ചേർത്ത് ഈ ചേരുവയിലേക്ക് നേരത്തെ വൃത്തിയാക്കി വെച്ച നെത്തോലി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും കരിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ച പുളി വെള്ളത്തോടു കൂടി ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്ത് മീഡിയം ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിക്കുക. ഇനി മീൻ ഉടയാതെ ഒരു തവി കൊണ്ട് സാവധാനം ഒന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും 2 മിനിറ്റ് കൂടെ അടച്ച് വേവിക്കുക. ഈ മീനിന് വേവ് കുറവായതുകൊണ്ട് ഇപ്പോൾ തന്നെ പാകത്തിന് വെന്തിട്ടുണ്ടാവും. ഇതിൻ്റെ മേലെ ആവശ്യത്തിന് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കരിവേപ്പിലയും ചേർത്ത് മീൻ ഉടയാതെ നന്നായി ഇളക്കി അടച്ചു വെക്കുക. ചെറിയ തീയിൽ 2 മിനിറ്റ് വേവിച്ചാൽ നമ്മുടെ സൂപ്പർ നെത്തോലി പീര റെഡിയായി. ഒരിക്കലെങ്കിലും ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.